ചെറിയ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ലൈഫിന് ഒരിക്കലും 100% ഗ്യാരണ്ടി ആരും പറയുന്നില്ല. ഏതായാലും ഒന്നും എനിക്കറിയില്ല. ഗായ്സ് വരുന്നു അടാറ് പണി പറഞ്ഞിട്ടൊരു നമ്മുടെ വണ്ടി ഫുള്ള് ഒടിഞ്ഞ് മടങ്ങും. അതേപോലെ പോസ്റ്റ് ചില പോസ്റ്റ് പറഞ്ഞത് ചെയ്തെടുത്താൽ 5000 കേട്ടോ. Hey guys, welcome back to our channel Real Breaker. Guys, ഇതിപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഇപ്പോഴത്തെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബൈക്കിംഗ് കമ്മ്യൂണിറ്റിക്കും ബൈക്കേഴ്സിനൊക്കെ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ജസ്റ്റ് ഇപ്പോൾ MVD ആകുക, ഫൈനും കാര്യങ്ങളും, പിന്നെ ഓപ്പറേഷൻ റേസ്, അങ്ങനെ പറഞ്ഞ് തുടങ്ങി കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ട്രിവാൻഡ്രത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം ആക്സിഡൻറ്റിന് അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും അറിഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടാണ് ഇപ്പോൾ അവർ എല്ലാവരും പിടിക്കാൻ തുടങ്ങിയേക്കണം. അപ്പോൾ അതിലെല്ലാത്തിലും പറഞ്ഞത് മെയിനായിട്ട് KTM ആണ്. ഏത് വണ്ടി പെട്ടാലും KTM ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം വൈറലാവും. അങ്ങനെ ആയേക്കണം ഇപ്പോൾ. അടുത്ത ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു വണ്ടിയൊക്കെ ചാടി കയറി പോയിട്ടുണ്ടായിരുന്നല്ലോ, അതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ടാകുമ്പോഴാണ് ഈ MVD കൂടുതലും ടൈറ്റ് ആവണതല്ല, നമ്മളങ്ങനെ ടൈറ്റ് ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു എന്തെങ്കിലും മിസ്റ്റേക്കിന് വരും വലിയ ഒരു ഫൈനും കാര്യങ്ങളൊക്കെ അടിച്ചാൽ ഈവൻ ഇപ്പോൾ മിററില്ലെങ്കിൽ 5000 അങ്ങനെ. അതപ്പോൾ ഇവിടെ ഒരു സംഭവം കൊടുക്കാം. ഇപ്പോൾ അടുത്ത ഏതെങ്കിലോട്ട് വന്നതാണ്, ഏത് പേപ്പറിൽ വന്നാണ്, ഇതാണ് സംഭവം. അപ്പോൾ ഏതെടുത്താലും 5000. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു നല്ല സ്ഥലത്ത് ഒരു വണ്ടി നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈവൻ ഇപ്പോൾ നമുക്ക് അതിനൊക്കെ ശേഷം ഇപ്പോൾ ഓപ്പറേഷൻ റേസൊക്കെ ഒന്ന് വന്ന സംഭവം പറഞ്ഞു തന്നല്ലോ. ഇപ്പോൾ ഓപ്പറേഷൻ റേസൊക്കെ വന്നതിന് ശേഷം വണ്ടി വീട്ടിനകത്തും വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ച വണ്ടി, ഓടാത്ത വണ്ടിയൊക്കെ പിടിച്ച് ഫൈനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. മെയിനായിട്ട് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. മെയിനായിട്ട് വ്ളോഗ് ചെയ്യാനൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ ജസ്റ്റ് ഈ ക്യാമും കാര്യങ്ങളൊക്കെ വെച്ച് ഹെൽമെറ്റിൽ ക്യാമൊക്കെ വെച്ച് ഇറങ്ങുമ്പോഴും ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ റേസ് ചെയ്യാൻ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറേ ഇഷ്യൂസൊക്കെ ഒന്നും ഉണ്ടാവുന്നുണ്ട്. ജസ്റ്റ് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു റൈഡിന് ഇറങ്ങിയപ്പോൾ ഒരു 4-5 ആൾക്കാരുടെ കൂടി റൈഡിന് ഇറങ്ങിയപ്പോലും ആരുടെങ്കിലും ഒരാളുടെ ഒരു ഹെൽമെറ്റിൽ ക്യാമ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ റേസായി. അങ്ങനെയാണ് ഇപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. കാരണം ഇപ്പോൾ മാന്യമായി പോണവർക്കും ഫുള്ളും പണിയാണ്. അതന്നെ നേരത്തെ പറഞ്ഞത്, ബൈക്കിംഗ് കമ്മ്യൂണിറ്റി ഇങ്ങനെ ഫുള്ളൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മാന്യമായിട്ട് പോകണം, എൻ്റെ ഹെൽമെറ്റിൽ ഗോപ്രോ ഉണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ചൊറ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എനിക്കിട്ട് വലയാവും. ഇതേ അവൻ ഓവർ സ്പീഡാണ്, അവൻ അതാണ്, അവൻ ഇതാണ്, അവൻ മറിച്ചാണ്, അവൻ റേസിംഗ് ആയിരുന്നു. ഇതൊക്കെ തന്നെ എല്ലായിടത്തും വരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈവൻ അപ്പോൾ ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ KTM-നാണ് കേട്ടോ. കൂടുതൽ ആക്സിഡൻസിനും കാരണം പെടുന്ന കാരണം കൊണ്ടും KTM-നാണ് പണിയും കൂടുതലും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കണത്. ഈവൻ എല്ലാ വണ്ടികളും ആക്സിഡൻ്റ് ആവുന്നുണ്ട്. ഇതിപ്പോൾ അവരുടെ കുറ്റമാവാം, അല്ലെങ്കിൽ എതിരെ വരുന്ന ആളുടെ കുറ്റമാവാം. പക്ഷെ പണി ഫുള്ളും വരുന്നത് ബൈക്ക് ഓടിച്ച ആൾക്കാണ്. പിന്നെ അത് KTM കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട, ഇരട്ടിയായി. പിന്നെ ഫുള്ള് സീന്. ഇപ്പോൾ കുറേ വണ്ടി ട്രാൻസ്ഫോമറിനകത്ത് കയറി പോണതൊക്കെ ഉണ്ടല്ലോ, ഡ്രാഗും കാരണം വെച്ചിട്ട് ഇവിടെ ചെക്കിങ്ങിന് നിൽക്കണ്ട, മിക്കവാറും നമ്മളെ പൊക്കാൻ ചാൻസ് ഉണ്ട്. ആവൂ, രക്ഷപ്പെട്ടു. ഓക്കേ, അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ ഒരു പാടം കണ്ടു നിർത്തി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വന്നതാണ് നമ്മുടെ ആക്സിഡൻറ്റും കാര്യങ്ങൾക്ക് ശേഷം. ഇപ്പോൾ മാത്രമേ മേലെ വന്നാൽ എനിക്കറിയില്ല. ഗായ്സ് വരുന്നു അടാറ് പണി പറഞ്ഞിട്ടൊരു ക്ലിപ്പും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ആഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പേപ്പറിൽ. അതിന് ട്രെയിനും കാര്യങ്ങളും കേട്ടോ, അതിന് വോയിസ്. അപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെടുത്താലും 5000 കേട്ടോ. അതിനുശേഷം വന്നേക്കണം ഏതെടുത്താലും 5000. ഇപ്പോൾ മിറർ ഇല്ലെങ്കിൽ 5000. പിന്നെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, നിനക്ക് ഗ്രില്ല് എങ്ങനെ വയ്ക്കാമെന്ന് അറിയില്ല കേട്ടോ. ഗ്രില്ല് എടുത്താൽ 5000. പിന്നെ നമ്മുടെ ഈ ഫോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ പൊക്കി വെച്ചാൽ 5000 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓഫ് റോഡ് വണ്ടികൾക്കാണ് തോന്നുന്നത് കൂടുതൽ. ഹിമാലയനും അല്ല പഴയ നമ്മുടെ ഈ RX ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ തോന്നുന്നുണ്ട് ആ പണി വരണേ. പിന്നെ റിയർ സസ്പെൻഷനും കാരണം ചേഞ്ച് ചെയ്യുക. പിന്നെ ഈ സീറ്റ് പൊക്കി വെച്ചാൽ ഇതിനൊക്കെ ഇപ്പോൾ ഫൈൻ കിട്ടുമെന്നാവോ, അതിന് 5000. അതൊക്കെ എന്താ വിഷയം എന്ന് മനസ്സിലാണല്ലോ കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാറ്റിനും ഏതെടുത്താലും 5000. എന്തേ കണ്ടോ, നമുക്കിത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ സാരി കാർഡ് അങ്ങനെയുള്ളതിനൊക്കെ 5000. ചില വണ്ടിയിൽ സാരി കാർഡ് വരുന്ന പോലും ഇല്ല. അതൊക്കെ ഞാൻ എന്താ ചെയ്യാനാവോ. അപ്പോൾ കൂടുതലും നമ്മുടെ സ്പോർട്സ് ബൈക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം പൊക്കും. ഇപ്പോൾ നേരത്തെ വരുമ്പോൾ എന്നെ പൊക്കിയില്ല, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് സംഭവം കാരണേ. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വണ്ടി നിർത്തി.
അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പണികൾ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഗലായിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ R20 നിന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വണ്ടിയുടെ. അതാണ് നമുക്കിപ്പോൾ അതിനെത്ര ഫീസ് എന്നല്ല, 10,000 രൂപയുടെ താഴെ വരുള്ളൂ. ഫൈൻ 5,000 കൊടുക്കാനായിട്ടും വേറെ നമുക്ക് 1000 കൊടുത്ത് RC മാറല്ലേ, അതല്ലേ ബെറ്ററും കാര്യങ്ങളൊക്കെ. പിന്നെ മിറേഴ്സ് നമുക്ക് എപ്പോഴും യൂസ്ഫുള്ളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യാൻ മിറർ വെച്ച് ഓടിക്കാനാണ്. ഞാൻ അല്ലാത്ത പക്ഷം ബാക്കിൽ വണ്ടി എടുക്കുമ്പോൾ ജസ്റ്റ് തിരിഞ്ഞ് നോക്കി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടാവും, അതൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗലായിട്ട് നോക്കുന്നതൊക്കെ ചെയ്യണം. പിന്നെ ഓവർ സ്പീഡിൻ്റെ കാര്യം, ഇപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ഓവർ സ്പീഡാണെന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യണേ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങടയിലൊക്കെ ഒരു 4-5 വണ്ടിയൊക്കെ ടൂർ ചെയ്ത് പോകുമ്പോൾ ആൾക്കാരുടെ വെച്ചിട്ട് നമ്മൾ റേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്, അത് വേറൊരു ഇഷ്യൂ വരണേ. പിന്നെ ഇതിനകത്ത് കൂടുതൽ ഇപ്പോൾ ആക്സിഡൻറ്റും കാര്യങ്ങളും സംഭവിക്കുന്നതുകൊണ്ടല്ലല്ലോ ഇപ്പോൾ ഈ സീനുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉണ്ടാകാൻ കാരണം നമ്മുടെ മെച്യൂരിറ്റി ഇല്ലായ്മയാണ് മെയിനായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുത്തി കഴപ്പുകൊണ്ട് കൈ കൊടുക്കുക. ഇത് കൈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും പറന്നു പോകും. അത് നിർത്താറണം, പറയാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ റോഡിൻ്റെ പ്രോബ്ലം കൊണ്ട് നമുക്ക് ഇഷ്യൂ ആവും, പക്ഷേ കുറ്റം ഫുള്ളും വരുന്നത് നമ്മുടെ നേർക്കാണ്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വണ്ടി ഇങ്ങനെ ഒന്നിടിച്ചാൽ നമുക്കാവും കുറ്റവും കാര്യങ്ങളും വരിക. പിന്നെ ഈ ചെറിയ പിള്ളേരുടെ വണ്ടിയൊക്കെ കൊടുത്തു വിടുമ്പോഴും അതൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആൾ വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ എത്ര നഷ്ടപരിഹാരമായിട്ട് ഒരു സംഖ്യ കൊടുക്കണം, അത്ര 1 കോടിയോ 1.5 കോടിയായിട്ട് കൊടുക്കണം പറഞ്ഞ പേപ്പറിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാതിരിക്കണം. അപ്പോൾ കുടുംബം വരെ പണയം വേണ്ടി വരും, എന്നാലും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ. അതാണ് ഇപ്പോൾ അവരുടെ ജീവനാണ് പോണേ. പിന്നെ നമ്മൾ മാന്യമായിട്ട് ഓടിക്കുക. ഇപ്പോഴത്തെ നാട്ടിൽ ഇപ്പോൾ വീഡിയോസ് വരുന്നത് തന്നെ നമ്മൾ മാന്യമായി വണ്ടി ഓടിച്ച് പോയാൽ അവൾ കൈയാട്ടി നിർത്തി തടയുക, ചീത്ത പറയുക, ഇടിക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയതിന് നല്ലൊരു വീഡിയോ ഉണ്ടായിരുന്നു, അവർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നാട്ടുകാർ പിടിച്ചിട്ടാക്കണത്. അങ്ങനെ സീനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയും ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ സ്പീഡിൽ പോകുന്നു. അതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചോ, ഹെൽമെറ്റും റൈഡിങ് ഗിയേഴ്സും എല്ലാമായിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. അതിനൊക്കെ നമ്മളെ എന്താ പറയുക, ചെറിയ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ലൈഫിന് ഒരിക്കലും 100% ഗ്യാരണ്ടി ആരും പറയുന്നില്ല. അത് പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ജസ്റ്റ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏതെങ്കിലും വണ്ടി പോസ്റ്റിൽ ഇടിച്ചാലോ വണ്ടിയും ഇടിച്ചാലോ എന്തുണ്ടാവും പോണേ, നമ്മുടെ വണ്ടി ഫുള്ള് ഒടിഞ്ഞ് മടങ്ങും. അതേപോലെ പോസ്റ്റ് ചില പോസ്റ്റുകൾ ഒടിഞ്ഞ് വീഴും. അതുപോലെ കാറ് ലോറിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്കത്തെ ചേസും അങ്ങനെ കാരണം എല്ലാം ബെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അത്ര സ്ട്രെങ്ത് ഉള്ള ഇരുമ്പും അല്ലെങ്കിൽ സ്റ്റീലും കാര്യങ്ങളൊക്കെ ബെൻഡ് ആകുമ്പോൾ അറിയാലോ നമ്മുടെ ഹെൽമെറ്റിനെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതേപോലെ നമ്മുടെ ജാക്കറ്റ്സ് അതൊന്നും ഒരിക്കലും ഇരുമ്പോണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയേക്കണേ. ഇപ്പോൾ റൈഡിങ് ഗിയേഴ്സൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, ചെറിയ വീഴ്ചയൊന്നും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് നമ്മൾ അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും 100% ഗ്യാരണ്ടി പറയുന്നില്ല, എന്താണെങ്കിൽ പോലും. അപ്പോൾ അത് എന്തൊക്കെ ഇട്ടാലും നമ്മൾ മാന്യമായിട്ട് ഓടിക്കുക. ഇപ്പോൾ നമുക്ക് റോഡ് കാണാവുന്നതിൽ നമുക്ക് കൈ കൊടുക്കുന്ന തെറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അത്ര ദൂരം കാണാണ്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് എനിക്ക് കൈ കൊടുത്ത് അതുവരെ പോകാൻ പറ്റില്ല. അതിനപ്പുറത്ത് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്കൊരു 1/2 കിലോമീറ്ററോളം റോഡ് ഫ്രണ്ടിലേക്ക് കാണാനുണ്ടെങ്കിൽ ഒരു 300 മീറ്ററോളം നിങ്ങൾ കൈ കൊടുത്ത് ഓടിച്ചോ, കുഴപ്പമില്ല നല്ല ഓടിക്കണമെന്ന് സീനാണ്. പക്ഷേ ഫ്രണ്ടിലേക്ക് ചിലപ്പോൾ എപ്പോഴാണ് വല്ല പട്ടിയോ പൂച്ചയോ എന്തായാലും ചാടിയില്ല, അതും വിഷയമാണ്. എന്നാലും കുറ്റം ഫുള്ള് നമ്മുടെ ബൈക്കേഴ്സിൻ്റെ വരയ്ക്കാണ്. ഇപ്പോൾ ഒന്നും നമ്മുടെ കുറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നാലും എല്ലാവർക്കും കൂടിയിട്ടാണ് എഫക്റ്റ് ചെയ്യണേ. ഈവൻ ഇപ്പോൾ കാറും ലോറിയും അങ്ങനെ എല്ലാതും ഇഷ്ടംപോലെ ആക്സിഡൻറ്റും കാരണം നടക്കുന്നുണ്ട്. പക്ഷേ വിഷയം ഫുള്ളും ബൈക്കേഴ്സിനാണ്. അങ്ങനെ വിഷയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ MVD ഒക്കെ കാര്യം സ്ട്രിക്റ്റായിട്ട് നിൽക്കണം. ഇപ്പോൾ അവർ 5,000 രൂപ ഫൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവരും ഭയങ്കര സ്ട്രിക്റ്റാക്കി. ഇപ്പോൾ നമ്മൾ ഈവൻ വണ്ടിയുടെ എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ പോലും നല്ലൊരു സംഖ്യയാണ് ഫൈനും കാര്യങ്ങളും അടിച്ചു തരുന്നത്. ഇപ്പോൾ KTMൻ്റെ ഒക്കെ ബാക്കത്തെ മൺഷക്കർ ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും. പക്ഷേ അത് ഷോറൂമിൽ പോലും സാധനം കിട്ടാനില്ല, എവിടെ പോയിട്ടോ വാങ്ങി വയ്ക്കുക. അതങ്ങനെയും കുറേ വിഷയങ്ങളും കാരണം. പിന്നെ ചില പോലീസ് ചില ഓഫീസേഴ്സൊക്കെ നല്ല രീതിക്ക് അവരോട് നമ്മളെങ്ങനെയാണോ പെരുമാറുന്നത് അവരിങ്ങോട്ടും പെരുമാറും. അല്ലാണ്ട് നമ്മൾ കൈ കാട്ടി നമ്മുടെ പേപ്പേഴ്സൊന്നും അല്ലെങ്കിൽ നമ്മൾ വെറുതെ അങ്ങോട്ട് അലമ്പായിട്ട് കാര്യമൊന്നുമില്ല. അവരോട് കാര്യം പറയാം. ചിലവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നവരുണ്ട്, മനസ്സിലാവാത്തവരുമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യണേ. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. നമുക്കറിയാലോ ഇപ്പോൾ ഫുള്ള് ഇഷ്യൂ ആണ്, നമുക്ക് വണ്ടി എടുത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ അത്ര കുഴപ്പമില്ല തോന്നുന്നു. പിന്നെ നമ്മുടെ
ചെറിയ ചെറിയ പിള്ളേരും കേരളമൊക്കെ ഉണ്ടല്ലോ, അവർക്കും അത്യാവശ്യം പവറുള്ള വണ്ടി എടുത്തു കൊടുക്കാണ്ടിരിക്കുക. ഇപ്പം തന്നെ പകുതി സമാധാനമാവും. കാരണം നല്ല രീതിയിൽ ഓടിക്കണവരുണ്ട് എന്നാണ് കേട്ടോ. നല്ല രീതിയിൽ ഓടിക്കണവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. വെറുതെ അപ്പുറത്തെ കഴപ്പോട്ടാണ്ട് കൈ കൊടുക്കണവരുണ്ട്. അപ്പം അങ്ങനെയും കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെയാണ് കൂടുതൽ പണി വരാൻ വേണം. കാരണം ഇനിയിപ്പോൾ എങ്ങാനും ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പറയാലോ, അത്യാവശ്യം ചെറിയ സംഖ്യ ഒന്നല്ല ഇപ്പോഴത്തെ ഫണ്ടും കാര്യങ്ങളൊക്കെ വരണേ. നല്ല അത്യാവശ്യം റേറ്റിലാണ് ഇപ്പോൾ ഫൈനും കാര്യങ്ങളൊക്കെ അടിച്ചത്. അത് ചിലപ്പോൾ എല്ലാവർക്കും താങ്ങിന്നിരിക്കില്ല. ഈവൻ ഇപ്പോൾ ചെറിയൊരു നമുക്കൊരു ഗിയർലെസ് വണ്ടി ഓടിച്ച് പോയാൽ പോലും ഫൈൻ കയറി. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി 5 പിള്ളേർ ഒരു ഡിയോലോ ഇതിലോട്ട് പോയതുകൊണ്ട് അവരും പൊക്കിയല്ലോ. അത് പിന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുണ്ടായിരുന്നു ആ സാധനമൊക്കെ.